വിശ്വമഹാകവി കാളിദാസന്റെ മേഘസന്ദേശത്തിന് ഭാഷയിൽ നിരവധി വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയിൽ എടുത്തു പറയേണ്ട ഒന്നാണ് തിരുനെല്ലൂർ കരുണാകരന്റെ വിവർത്തനം. ആ കാവ്യത്തിലെ ഒരു ഭാഗമാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. നീലകണ്ഠൻ ഭുജംഗമകങ്കണം നീക്കി നീട്ടിയ കൈപിടിച്ചങ്ങനെ പാർവതീദേവി ലീലാഗിരിക്കുമേൽ പാദചാരേണ പോകുന്നുവെങ്കിലോ ചേണിലുള്ളിലെ തണ്ണീരുറഞ്ഞ് മെയ് ചേവടിപ്പടിച്ചാർത്താക്കി മാറ്റി നീ അംബികയ്ക്കാ മണിത്തറയേറുവാൻ മുമ്പിൽ നീങ്ങുന്ന സോപാനമാകണം. കാളിദാസന്റെ ഭാവനാവിലാസത്തിന് ഉത്തമോദാഹരണമാണ് മേഘസന്ദേശത്തിലെ ഈ വരികൾ. ഹിമാലയത്തിലെത്തുമ്പോൾ മേഘം തണുത്തുറയുന്നത് സ്വാഭാവികമാണല്ലോ. ശിവപാർവതിമാരെ അവിടെ കണ്ടേക്കാൻ സാധ്യതയുണ്ട് താനും. സർപ്പങ്ങളാണ് ഭഗവാന്റെ ആഭരണങ്ങൾ. സംഗമത്തിന് തടസ്സമായേക്കാവുന്ന ഭുജംഗമ കങ്കണം നീക്കിയ ശേഷം ഭഗവാൻ നീട്ടിയ കൈപിടിക്കുവാൻ എത്തുന്ന ദേവിക്ക് മണിത്തറയിൽ കയറുവാൻ ഒരു നീങ്ങുന്ന കോവണിയാകാൻ യക്ഷൻ മേഘത്തോട് ഉപദേശിക്കുകയാണിവിടെ. കവിത ചൊല്ലുന്നത് ശ്രീമതി ചിത്ര ജയന്തൻ. നീലകണ്ഠൻ ഭുജംഗമ കങ്കണം നീക്കി നീട്ടിയ കൈപിടിച്ചങ്ങനെ പാർവതീദേവി ലീലാഗിരിക്കുമേൽ പാദചാരേണ പോകുന്നുവെങ്കിലോ ചേണിലുള്ളിലെ തണ്ണീരുറഞ്ഞുമേ ചേവടിപ്പടിച്ചാർത്താക്കി മാറ്റി നീ അംബികയ്ക്കാ മണിത്തറയേറുവാൻ മുൻപിൽ നീങ്ങുന്ന സോപാനമാകണം.